നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വാമിയും അല്ല സാമിയും പുകച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ സ്ത്രീ എന്നൊക്കെ തോന്നിയത്. ഇനിയിപ്പോ പഴയ തകർന്ന പ്രണയകഥയിലെ ഏതെങ്കിലും ഒരു നായിക ആയിരിക്കുമോ വിശാൽ സാറേ കത്തിയായിട്ട് വന്നത്? അല്ല, സ്വാമി ആയതിന് പിന്നിലെ ഒരു വടക്കൻ വിരഹഗാഥ ഉണ്ടെങ്കിലോ? കാര്യത്തിനിടയില വക്കീലിന്റെ ഒരു തമാശ. സ്വാമിക്ക് പ്രേമോ? വക്കീല് പറഞ്ഞ തമാശക്കടിയില് കാര്യത്തിന്റെ ഒരു കനൽ തിളക്കമുണ്ട്. തകർന്ന പഴയ പ്രണയങ്ങൾക്ക് പ്രതികാരത്തിന്റെ വെള്ളിത്തിളക്കമുള്ള കത്തിയുമായി കളത്തിലിറങ്ങാല്ലേ അല്ലേ മമ്മ? മോൻ പറയുന്നത് സ്വാമിയെ ആക്രമിച്ചത് ഒരു സ്ത്രീ എന്നത് സത്യമാണെങ്കിൽ മറഞ്ഞിരുന്ന് കളിക്കുന്ന കഥയിലെ യഥാർത്ഥ ശത്രുവും ഒരു സ്ത്രീ തന്നെയായിരിക്കും. എന്നാലും ആരായിരിക്കും മോനെ? ഇനി ആ പഴയ നേഴ്സ് സീതാലക്ഷ്മി എങ്ങാനും ആയിരിക്കും മോനെ? ഹേയ്, അതിന് സാധ്യതയില്ല. 18 വർഷം മുമ്പ് നാടുവിട്ട സീതാലക്ഷ്മി പെട്ടെന്നൊരു ദിവസം പ്രതികാരത്തിനായി കളത്തിലിറങ്ങേണ്ട കാര്യമില്ല. അതും ഈ ലോക്കൽ സെറ്റപ്പിൽ. ഇങ്ങനൊരു കൊച്ചു പിച്ചാത്തി കളിക്കാണെങ്കിൽ അവർക്കത് അന്നേ സാധിക്കുമായിരുന്നു. അതൊന്നുമല്ല മമ്മ, ഇത് കളി വേറെയാണ്. സ്വാമിയുടെ നെറ്റിയിൽ നിന്നും ചോര ചീന്തി ആ പെണ്ണവതാരം ആദ്യം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ജയശങ്കറിനുള്ള സൂചനാ വീടി. അപ്പോ ശത്രു ആരാണെങ്കിലും ലക്ഷ്യം അക്ഷരം വീട് തന്നെ. അതുകൊണ്ട് മമ്മയൊന്ന് സൂക്ഷിക്കണം. അയ്യോ, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്നാലും ഒന്ന് സൂക്ഷിക്കണം. ഡോക്ടർ ജയശങ്കറിന്റെ പെങ്ങളാണ് മമ്മ. ബന്ധങ്ങളുടെ ചോരഞരമ്പുകൾ ആർത്തുവിട്ടേക്കാൻ ശത്രു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നും പിന്നെ നോട്ടമില്ല. അതറിയാലോ മമ്മയ്ക്ക്. ഒരു കണക്കിന് ഞാനും അങ്ങനെ തന്നെയല്ലേ. മമ്മയ്ക്ക് വന്നേ, ഒരു രഹസ്യം ചോദിക്കട്ടെ. വന്നേ. അമ്മ മെഡിസിൻ മുടക്കിയ കള്ളം? അതിപ്പോ കുറച്ച് ദിവസങ്ങളായി. അതിന് മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും മെഡിസിൻ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. തലച്ചോറിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന കരിവണ്ടുകളെ പോലെയാ ഈ അസുഖം. എപ്പോഴാണ് ഇളക്കി പറക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആ കാര്യം അറിയത്തില്ലേ മമ്മിക്ക്? അതെന്താ, മാനസിക രോഗം കൂടി രാത്രിയിൽ സ്വാമിയെ ആക്രമിച്ചത് ഞാനാണെന്ന് നീ കരുതുന്നുണ്ടോ? അതല്ല മമ്മ, സൈക്കാട്രി മെഡിസിൻ മുടക്കരുത്. ഡോക്ടർ നിക്കോളസ് തന്നെ അമ്മയോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തായാലും അടുത്ത മാസം ഡോക്ടറിന്റെ അടുത്ത് റിവ്യൂവിന് പോകണം. ഗെറ്റ് റെഡി. തൽക്കാലം അമ്മ വയ്ക്കും. മെഡിസിൻ കഴിക്കാതുള്ള ഈ ഒറ്റയ്ക്കുള്ള യാത്രയൊന്നും വേണ്ട. ചെല്. ബൈ. ദേവികയുടെ ഭീഷണി അത്ര നിസ്സാരമായി കാണണ്ട. അച്ഛനും പേടിയോ? ആനമൃതയും ആറുകൊലയും തളയ്ക്കുന്ന ബ്രഹ്മർഷി സോമന് പേടിയോ? പിന്നെന്താ പ്രശ്നം? ദേവിക എന്തെങ്കിലും പറയട്ടെ. നമ്മൾ നമ്മുടെ തട്ടിപ്പുമായി അല്ലല്ല ജ്യോതിശാലയുമായി മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ കുടുംബത്ത് നിന്ന് തന്നെ ഉള്ള ഒരാള് നമ്മൾ കപടവേഷധാരിയാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്ന അങ്ങനെ ചിന്തിക്കുമ്പോ പ്രശ്നമാ. കാരണം കഥയിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളതേ അവക്കോ, ആ ദേവിക്ക്. വഴിയുണ്ട്. എന്ത് വഴി? ഈ ആലത്തൂർ നമ്പി കുട്ടഞ്ചേരി മൂസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കിക്കുന്ന ആളുകളാ. ആ തന്ത്രമേ ഇവിടെയും നടക്കും. എന്നുവച്ചാ വല്യക്കനും ഭാമിനിയും നിത്യമോളും പിന്നെ ദേവികയും വരട്ടെ. അവരെന്ത് കുന്തത്തിന് വരണം? അതൊക്കെ ഉണ്ട് ചരത്ത് മോനെ. ഈ സോമന്റെ കളി കണ്ടോ? നിത്യമോളെ, ദേവിക മോളെ വിളിച്ചായിരുന്നു? വിളിച്ചു. ഓ, ദേവിക മോളോ? എന്തിനാ അമർന്നോനെ? കാര്യമുണ്ട്, കണ്ടോ?
സോമനച്ഛൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. മോളെ, ഒരു പ്രധാന കാര്യം പറയാൻ. അതൊരു വലിയ അംഗീകാരം കൂടെയാ. എന്താണാവോ? അച്ഛന്റെ ജ്യോതിശാലയം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണെന്ന് അറിയാലോ? ആ, അതറിയാം. ആരാ ഉദ്ഘാടനം ചെയ്യുന്നെന്ന് മോക്കറിയാവോ? അയ്യോ, അത്തരം വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ അച്ഛച്ചാ. ഞാൻ ശംഖ് കറക്കിയപ്പോ എന്റെ ജ്ഞാനദൃഷ്ടിയില് അത് തെളിഞ്ഞു. എന്ത്? ഈ പണ്ഡിതന്റെ ജ്യോതിശാലയം ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന്. ആഹാ, ആരാണാവോ ആ മഹാഭാഗ്യവാൻ? ശരത്താ? ഭാഗ്യവാനല്ല, ഭാഗ്യവതി. അത് ദേവിക മോള. ദൈവിക ചൈതന്യമുള്ള ദേവിക മോള്. ഞാനോ? ആമ്പ്രന്താൻ എന്നാ ഭ്രാന്ത് പിടിച്ചോ? ഒരു ശുഭകാര്യത്തിനും ഇത്തരം ആൾക്കാരെ ആരും മുമ്പിൽ നിർത്താറില്ല. അപ്പോഴല്ലേ ഇവളെ വിളക്ക് കൊളുത്തിക്കാൻ കൊണ്ടുപോകുന്നത്. അതെ, ഇവര് ഒരു തവണ വിളക്കെടുത്തതോടെ വെളിച്ചണഞ്ഞു പോയ വീടാ ഇത്. എന്റെ ശംഖ് പറഞ്ഞതേ ഞാൻ ചെയ്യും. ദേവിക മോക്ക് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതമാണ്. സമ്മത. 100 വട്ടം സമ്മത. അപ്പോ സോമൻ ചിറ്റപ്പൻ ജ്യോതിഷാലയം തുടങ്ങാൻ തീരുമാനിച്ചു അല്ലേ? അത് തന്നെയല്ലേ നീ ഇത്ര നേരം കേട്ടോണ്ടിരുന്നേ. ഉദ്ഘാടനത്തിന് ദേവിക മോളെ ക്ഷണിച്ചിരിക്കുക. എന്നിട്ട് ദേവിക ഉദ്ഘാടനത്തിന് ചെല്ലാന്ന് പറഞ്ഞതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നേ. സത്യം പറഞ്ഞ അത് കേട്ടപ്പോ എനിക്കൊരു അമ്പരപ്പ തോന്നിയേ. പക്ഷേ ഒന്നും കാണാതെ ദേവിക മോൾ അങ്ങനെ പറയത്തില്ല. കുടുംബത്തിൽ നടക്കുന്ന ഒരു നല്ല കാര്യം, ദൈവികമായ ഒരു കാര്യം, അതിനെ ക്ഷണിച്ചപ്പോ പോയേക്കാമെന്ന് കരുതിയതായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. കുടുംബത്തിൽ നടക്കുന്ന നല്ല കാര്യം, ദൈവികമായ കാര്യം. എന്റെ പൊന്നു പാർവതി, നിന്റെ തലയ്ക്ക് ശരിക്കും ഭ്രാന്തല്ലേ? ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാ, ഒരു തരികട ഉടായ്പ് സെറ്റപ്പ്. അങ്ങനെയൊന്നും പറയില്ലേ മനോഹരേട്ട. സോമൻ ചിറ്റപ്പന് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാ. അയ്യോ, ഇനി ഒരു തവണയോടെ നീ പറഞ്ഞാ ഓലമടൽ പറ്റി നിന്റെ തലയ്ക്ക് ഞാൻ അടിക്കും. എന്നിട്ടേ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും. സോമൻ ചിറ്റപ്പന് ദൈവിക ശക്തി പോലും. ഈ പടിക്കെ കൂടെ ഓരോ വണ്ടി പോകുമ്പോഴും എനിക്ക് പേടിയാ, പോലീസ് ജീപ്പാണോന്നും. ഈ സോമൻ ചിറ്റപ്പന് എവിടെയെല്ലാം എന്തെല്ലാം കേസുണ്ടെന്ന് ആർക്കറിയാം. ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ പിന്നിലും എന്തോ ഒരു ലക്ഷ്യം. എന്ത് ലക്ഷ്യം? അമ്മയ്ക്ക് വയ്യെന്നറിഞ്ഞ് കൊച്ചമ്മ വന്നു. അതിന്റെ പുറകെ കൊച്ചമ്മയുടെ ഭർത്താവ് സോമൻ ചിറ്റപ്പനും വന്നു. അതൊന്നും അല്ല പാർവതി, എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. രണ്ടുപേരെയും എനിക്കറിയാത്തൊന്നും അല്ലല്ലോ. വന്ന് കയറിയതോ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫ്രോഡിന്റെ മടയിലേക്ക്. ശരത്തിന്റെ അവനാ ഈ ജ്യോതിശാലയം തുടങ്ങുന്നതിന്റെ ഒക്കെ പിന്നില്. നിനക്കറിയാലോ, ഒറ്റ രാത്രി കൊണ്ട് 10 ലക്ഷം രൂപ കള്ളനോട്ടാക്കി. സ്വർണം മുക്കുകൊണ്ടോ ആക്കിയ വിദ്വാനവൻ. ഇനി ഏതൊക്കെ നാട്ടുകാരുടെ എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് കണ്ടറിയാം. ഒരു കാര്യത്തിൽ എനിക്കൊരു ധൈര്യമുണ്ട്. ദേവിക മോൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചെങ്കിൽ അത് വെറുതെ ആയിരിക്കത്തില്ല. അതെന്താന്ന് കാത്തിരുന്ന് കാണാം. മിക്കവാറും ചിറ്റപ്പന്റെ ജ്യോതിശാലയത്തിന്റെ ഉദ്ഘാടനവും അടച്ചുപൂട്ടലും അറസ്റ്റും എല്ലാം ഒന്നിച്ചായിരിക്കും. നീ എനിക്കേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോളൂ. അല്ലെങ്കിൽ വേണ്ട, കട്ടപ്പത്തിലൊരു കട്ടൻ കാപ്പിയും കൊണ്ടുപോകും.